സർ, ഇന്ന് മോർണിംഗ് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. ബൈപ്പാസ് സർജറി ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റി വഴി നമുക്ക് ബ്ലോക്കുകൾ നീക്കാം. അത് സാധ്യമാണോ സർ? അതൊരു തെറ്റായൊരു പ്രചരണ രീതിയാണ്. ശരിക്കും പറഞ്ഞാൽ ബൈപ്പാസ് സർജറിയും ആൻജിയോപ്ലാസ്റ്റിയും വ്യത്യസ്തമായ ചികിത്സാ രീതിയാണ് ഒരേ അസുഖത്തിന്. പക്ഷെ ആ പേഷ്യൻറ്റിന് എങ്ങനത്തെ രീതിയിലുള്ള ബ്ലോക്കാണെന്ന് അനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് ബൈപ്പാസ് സർജറി വേണോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി വേണോ എന്ന് പറയാറ്. കൂടുതലായിട്ടും ബൈപ്പാസ് സർജറി ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ, കുറേ അധികം ബ്ലോക്ക് ഉള്ളവർ, കുറേ കാൽഷ്യം അടിഞ്ഞ ബ്ലോക്ക് ഉള്ളവർ, രക്തക്കൊഴൽ വളരെ വളരെ വളഞ്ഞൊടിഞ്ഞ് കിടക്കുന്ന ബ്ലോക്കുകൾ, അവിടെ കൂടെ നമുക്ക് സ്റ്റെൻറ്റുകൾ കയറ്റാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ഏതൊരു ബ്ലോക്കിലേക്ക് നമുക്ക് വേണമെങ്കിൽ സ്റ്റെൻറ്റ് കുത്തി കയറ്റാൻ ശ്രമിക്കാം. പക്ഷേ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ആ സ്റ്റെൻറ്റിന് പിന്നെ പ്രശ്നങ്ങൾ വരാം, പിന്നെയും ബ്ലോക്കുകൾ വരാം, ഡ്യൂറിങ് പ്രൊസീജിയർ ഡിഫിക്കൽട്ടീസ് വരാം. അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിന് ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ബൈപ്പാസ് സർജറി ആണെന്ന് പറയുന്നത്. അപ്പം ആ രീതിയിലാണ് നമ്മൾ ഓരോ സജഷൻസ് പേഷ്യൻസിന് കൊടുക്കാറ്. അതെ, എക്സാക്ട്ലി. സർട്ടൻ ടൈപ്സ് ഓഫ് പേഷ്യൻസ്, അതായത് പ്രമേഹ രോഗമുള്ള ആൾക്കാർക്ക്, ഹൃദയ പരാജയമുള്ള ആൾക്കാർക്ക്, ഹാർട്ടിന് പമ്പിങ് കുറവുള്ള ആൾക്കാർക്ക്, ഇതേപോലെ മോർ ദാൻ 2 അല്ലെങ്കിൽ 2-3 ബ്ലോക്കിൻ്റെ മേലെ ബ്ലോക്കുകൾ ഉണ്ടാവും. പിന്നെ നേരത്തെ ഡോക്ടർ സന്ദീപ് പറഞ്ഞ പോലെ കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവുമ്പോൾ ചില സാഹചര്യത്തിൽ ബൈപ്പാസ് സർജറിയാണ് സുപ്പീരിയർ. അതായത് പഠനങ്ങൾ പറയുന്നത് അതിൻ്റെ ദീർഘകാലം ആയുസ് ലോഞ്ചിവിറ്റി കിട്ടാൻ സാധ്യതയുള്ളത് ബൈപ്പാസ് സർജറിയാണ്. അപ്പോൾ സാർ പറയുന്ന ഈ കാൽഷ്യം അടിഞ്ഞിരിക്കുന്ന ഈ ബ്ലോക്കുകൾക്ക് ആൻജിയോപ്ലാസ്റ്റി വഴി നമുക്ക് സാധ്യമല്ലേ? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ വാണി. കാൽഷ്യം അടിഞ്ഞ ബ്ലോക്കിൽ ആൻജിയോപ്ലാസ്റ്റി തീർച്ചയായും ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എ കേസ് ടു കേസ് ബേസ്ഡ് ആണ് നമ്മൾ ഡിസിഷൻ എടുക്കാൻ. ഇന്നത്തെ കാലത്ത് ടെക്നോളജിക്കലി കാർഡിയോളജിയിൽ വളരെ ഹൈ അഡ്വാൻസ്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാൽഷ്യം അടഞ്ഞ ബ്ലോക്കുകൾ നമുക്ക് പലതരത്തിലുള്ള ടെക്നീക്സ് ഉണ്ട് മാറ്റാൻ. റോട്ടാബ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മൈക്രോ ഡ്രിൽ ഇൻസൈഡ് നമ്മുടെ കൊറോണ ആർട്ടിനുള്ളിൽ ഡ്രില്ല് ചെയ്ത് കാൽഷ്യം മാറ്റിയെടുക്കുക. ലേസർ ആൻജിയോപ്ലാസ്റ്റി, ലേസർ വഴി മാറ്റുക. IVL, അതായത് മൂത്രക്കല്ലൊക്കെ പൊടിക്കുന്ന ആ ഒരു ടെക്നോളജി വെച്ചിട്ട് ഹാർട്ടിൻ്റെ രക്തക്കോയിലുള്ള കാൽഷ്യം പൊടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ എങ്കിലും ഏത് കേസാണ് സൂട്ടബിൾ ഫോർ ആൻജിയോപ്ലാസ്റ്റി, ഏത് കേസാണ് ബൈപ്പാസ് സൂട്ടബിൾ, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഒരു പേഷ്യൻ്റ് ഡിസ്കസ്. പല സിറ്റുവേഷൻസും വരാറ്, പേഷ്യൻസും അവരെ കൂടെയുള്ളവരും പറയും ഞാൻ ബൈപ്പാസിന് സമ്മതമല്ല. അപ്പോഴാണ് നമുക്കൊരു ഡിഫിക്കൽട്ടി വരുന്നത്. എന്ന് വെച്ച് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി റിഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സൽമാൻ സാർ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് കുറേ ടെക്നോളജി വന്നിട്ടുണ്ട്. പക്ഷേ വി ഹാവ് ടു ബി കെയർഫുൾ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കണം. ദ റിസ്ക് ഓഫ് പ്രൊസീജിയർ ഇൻക്രീസസ്, ആ റിസ്ക് പറഞ്ഞു കൊടുക്കണം. ആൻഡ് നമുക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സപ്പോർട്ട്സും വേണ്ടി വരും. ഇപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഇൻവോൾവ്മെൻറ്റ് വേണ്ടി വരും. നെഫ്രോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, ക്രിട്ടിക്കൽ കെയർ ടീം, ഇവരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് നമുക്കൊരു കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സർ, ബൈപ്പാസിനാണോ പ്രസക്തി, ആൻജിയോപ്ലാസ്റ്റിക്കാണോ പ്രസക്തി പറയുന്നത്? ബൈപ്പാസ് ആണോ ആൻജിയോപ്ലാസ്റ്റി ആണോ നല്ലതെന്ന് ചോദിച്ച് കുറേ പേര് വരുന്നുണ്ട്. സൽമാൻ സാർ അതിനെക്കുറിച്ച്. ബൈപ്പാസ് ആണോ ആൻജിയോപ്ലാസ്റ്റി ആണോ നല്ലത്, ആ ചോദ്യം തന്നെ തെറ്റാണ്. ഇറ്റ് ഈസ് എ ഹാർട്ട് ടീം ഡിസിഷൻ. ഹാർട്ട് ടീം എന്ന് പറയുന്നത് ഒരു കാർഡിയോളജിസ്റ്റ്, ഒരു കാർഡിയക് സർജൻ, കാർഡിയക് അനസ്തീസിയോളജിസ്റ്റ്, പേഷ്യൻ്റ് കുടുംബാംഗങ്ങൾ, ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു കോംപ്ലക്സ് ബ്ലോക്ക് ഉള്ള ഒരാളാണെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് എന്താണ് ഓരോ പ്രൊസീജിയറിൽ നിന്ന് പ്ലസും ഓരോ പ്രൊസീജിയർ മൈനസ് തീരുമാനിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ.